ഫെഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ചു. നാളെ നടത്താനിരുന്ന പരീക്ഷണം മാറ്റിവെക്കുന്നതായി ഇസ്രോ അറിയിച്ചു. ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂട്ടിയതിനെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയോടെ ഏതാണ്ട് 20 കിലോമീറ്റർ അകലത്തിൽ 470 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തിരുന്ന സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ, സ്പേഡക്സ് 1 എന്ന് പറയുന്ന ചേസറിനെയും അതുപോലെ തന്നെ സ്പേഡക്സ് 2 എന്ന് പറയുന്ന ടാർഗറ്റിനെയും കൃത്യമായി അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വരെ 500 മീറ്റർ അടുത്തേക്ക് വരെ എത്തിക്കുന്നത് സുരക്ഷിതമായും വിജയകരമായും നടത്താൻ സാധിച്ചു. അങ്ങനെ 500 മീറ്ററിൽ നിന്നും വീണ്ടും 225 മീറ്ററിലേക്ക് കുറച്ച് നാളെ ഡോക്കിങ്ങിനെ ഏറ്റവും അടുത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി 225 മീറ്ററിലേക്ക് ചുരുക്കുന്ന ആ സമയത്താണ് അത് കൂടുതൽ നീങ്ങിപ്പോയത്. 225 മീറ്ററിനേക്കാൾ കൂടുതൽ അത് കടന്ന് സഞ്ചരിക്കുകയും തുടർന്ന് ഡോക്കിങ്ങിന്റെ സാഹചര്യം കൃത്യമായി ഉറപ്പാക്കുന്നതിനുള്ള സാഹചര്യം കുറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഡോക്കിംഗ് നാളെ നടക്കാനിരുന്നത്. നാളെ 8 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഡോക്കിംഗ് മാറ്റിവെച്ചത്. ഡോക്കിംഗ് മാറ്റിവെച്ചത് കൊണ്ട് സാറ്റലൈറ്റുകൾക്ക് സാങ്കേതിക തകരാറൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ ISRO ലഭ്യമാക്കുന്നത്. മാത്രമല്ല, അടുത്ത ഡോക്കിംഗ് തീയതി വളരെ കൃത്യമായി ഉടൻ തന്നെ അറിയിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സാറ്റലൈറ്റുകൾ രണ്ടും സുരക്ഷിതമായി അതിന്റെ പ്രവർത്തനം തുടരുന്നു എന്ന് തന്നെയാണ് ISRO അറിയിക്കുന്നത്. ജോസാണ് വിവരങ്ങൾ നൽകിയത്. സ്പെഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഡോക്കിംഗ് നാളെ നടത്താനിരുന്ന ഡോക്കിംഗ് ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂട്ടിയതിനെ തുടർന്നാണ് തീരുമാനം.